ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളായിട്ട് ചൂണ്ടാൻ വരുന്നുണ്ടായിരുന്നില്ല, വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എൻ്റെ കയ്യിൽ വണ്ടി ഉണ്ടായിരുന്നില്ല. മെയിനായിട്ട് കാരണം അത് ഇങ്ങോട്ടൊന്നും വരാൻ വേണ്ടിയിട്ട് വണ്ടി ഉണ്ടായിരുന്നില്ല. വണ്ടി ഞാൻ എടുക്കണ വണ്ടി ടെസ്റ്റായിരുന്നു, ഓട്ടോറിക്ഷ. അതിൻ്റെ ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ കയ്യിൽ കിട്ടി. ഈ മീനൊക്കെ ഇടുന്ന നേരത്ത് വരാൻ പറ്റിയില്ല. എനിക്കാണെങ്കിൽ വീണ്ടും അവിടെ നിന്ന് ഒരു 10 കിലോമീറ്ററോളം ഇങ്ങോട്ട് വരണം. 10-11 കിലോമീറ്റർ ഉണ്ട്. കാരണം വരുന്നുണ്ടായിരുന്നില്ല. അതിപ്പോൾ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് വണ്ടി കയ്യിൽ കിട്ടിയപ്പോൾ അപ്പോൾ ആദ്യം തന്നെ ചൂണ്ടാൻ വന്നില്ല. അപ്പോൾ ഞാൻ ഈ വെള്ളം വരും മുന്നേ ഇവിടെ ചൂണ്ട സ്ഥലമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാകുന്നു. അപ്പോൾ 1 മാസം 2 മാസമൊക്കെ കഴിഞ്ഞില്ലേ. അപ്പോൾ ഒന്നുകൂടി ആദ്യം ഇവിടെ ഒരു സ്ഥലം സെറ്റാക്കി എടുക്കണം. കണ്ട ഇതിലായിട്ട് ഇവിടെ ഈ പുല്ലൊക്കെ വെട്ടി, ഈ കാണുന്നതൊക്കെ വെട്ടി ഇവിടെ ചൂണ്ടാന്നുള്ള പരിപാടിയിലാണ്. അപ്പോൾ സ്റ്റിക്ക് വെച്ചിട്ട് വലിയ മീനുകൾ കിട്ടണ ഇതൊക്കെ കഴിഞ്ഞു. ഇവിടെ വെള്ളമൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. പിന്നെ വലിയ മീനൊന്നും ഉണ്ടാവില്ല, ചെറുവക മീനുകളൊക്കെ പിടിക്കാനുള്ള ഇത് കരിമീനൊക്കെ കിട്ടുമെന്ന് നോക്കണം. ഈ ഭാഗമൊക്കെ ഒന്ന് ആദ്യം വൃത്തിയാക്കി സെറ്റാക്കട്ടെ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ വെട്ടി കളഞ്ഞു വിട്ടാകണ്ട. അവിടെ തൂപ്പൊക്കെ വെട്ടി കളഞ്ഞ് ഇരിക്കാനൊക്കെ സെറ്റായി കണ്ടോ. പിന്നെ അടിപൊളിയായിട്ട് ഇവിടെ ഇരുന്ന് ചൂണ്ടാം. ഇപ്പോൾ നമ്മൾ സ്റ്റിക്കും കാര്യങ്ങളും തീറ്റൊക്കെ ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ. നോക്കിയേ, സ്റ്റിക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചൂണ്ടി നോക്കാം മീൻ കിട്ടുന്നു. ആദ്യമായിട്ട് നമ്മളിവിടെ ചൂണ്ടണ കാരണേ ഇത്രമാത്രം മീൻ കിട്ടുമെന്ന് അറിയില്ല. 2-3 ദിവസം അടുപ്പിച്ച് ഇവിടെ വന്നിരുന്ന് ചൂണ്ടേണ്ടി വരും, എന്നാലും മീൻ കിട്ടുള്ളൂ. ഫ്രണ്ട്സ്, തീറ്റ താട്ടാ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ലറ്റ്, മൈദ, കുറച്ച് ബിസ്ക്കറ്റ് ചേർത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തീറ്റയായി ഉപയോഗിക്കുന്നത്. വീട്ടിൽ ചൂണ്ടാം. പിന്നെ നമ്മുടെ കണ്ട ഇങ്ങനെയാട്ടാ ചൂണ്ടണത്. ഈ ചെറിയ സ്റ്റിക്കുമേ വളരെ ചെറിയ സ്റ്റിക്കിൽ വെയിറ്റ് ഇട്ടിട്ട് അടിച്ചുകൊണ്ടാ. 2 ഹുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ നല്ല ചെറുവക മീനുകളെ ഈ സമയത്ത് കിട്ടുക. കരിമീൻ ഉണ്ടെങ്കിൽ അത് ഒന്ന് പിടിച്ചോട്ടെ എന്നിട്ടാണ് ഇങ്ങനെ ചൂണ്ടണം. കരിമീൻ കിട്ടും, ഇങ്ങനെ ചൂണ്ട പോകും. ഇതിങ്ങനെ ഇറങ്ങിയിട്ടേ കണ്ടോ, അതിങ്ങനെ പിടിക്കുക ചെയ്യുക. പിടിച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരുപാട് വരില്ലോണ്ട് ഒരു ഈരമ പിടിച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ വലിക്കും, പിന്നെ അടിച്ച് പിടിക്കും മീനെ. അതിൻ്റെ പരിപാടി. ചെറുവൊക്കെ പരല് കൊത്തിയിരിക്കണ്ടേ. പരലുകളുണ്ട് കുറേ. വെള്ളം കുറഞ്ഞതായിട്ടുള്ള കാരണം പരല് കണ്ടമാനം നിൽക്കുന്നുണ്ട്. പരല് കൊത്തി വലിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ചൂണ്ടി എന്നേ കുറച്ച് തീറ്റൊക്കെ വീണ മീനൊന്നും വരണം. പരലുകൾ എല്ലായിടത്തും വരും. മറ്റുള്ള മീനേ പരല് കണ്ടമാനം വന്നിട്ടുണ്ട്. ഇതൊക്കെ എടുത്ത് വെച്ച് പരലിനിരിക്കാൻ നല്ലതെന്ന് തോന്നുന്നുണ്ട് ഫ്രണ്ട്സ്. പരൽ മീനിനെ പിടിക്കാൻ നല്ലതെന്ന് തോന്നുന്നുണ്ട്.
ഓ പെട്ടു പെട്ടുടാ. ഓമ്മേ, 2 ഫ്രണ്ട്സ്, 2. ഇത് പൊള്ളിച്ചു. 2 എടുക്കണത് നമ്മൾ. ഒരു ഹുക്കുമ്പന്നെ 2, അല്ല, ഒരു ഇതിൽ 2 ഹുക്ക് ഇട്ടിട്ടുള്ളൂ. ആ 2 പെട്ടേക്കണം മീൻ. ഞാനിട്ട് തകർത്തില്ലേ. പൊള്ളിച്ചതാ. ആദ്യമായിട്ട് കിട്ടിയ മീനാട്ടാ നമുക്ക്. കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ വന്ന് നമുക്ക് ഇന്ന് ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ള മീനാണ്. ഓ പെട്ടു 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 പെട്ടു. പാരലെന്നെ പാരലെന്നെ. ഇത് മുണ്ടത്തിയാവണതാട്ടാ. മുണ്ടത്തിയാവണ സാധനം കണ്ടോ? നല്ല വലിപ്പം വരും. മുണ്ടത്തിയാവും. മരാണ് കിടന്ന് വലിക്കണത്. പരല് കുറേ ഉണ്ട് ഫ്രണ്ട്സ്. ഞാനേ ഓൾ റോഡ് എടുത്തിരുന്നു അവിടെടാ, കുറച്ച് പരല് കിട്ടുമെന്ന്. ഇത് ഞാൻ എടുത്തു വയ്ക്കാണ്. ഓൾ റോഡ് മിക്ക കിടക്കാൻ പോവാ. കരിപ്പിടി കിട്ടി, വളരെ ചെറിയൊരു കരിപ്പിടി. ഇപ്പോൾ നമ്മുടെ പോൾ റോഡിൽ നമുക്ക് ഈ പ്രാവശ്യം ആദ്യമായിട്ടൊരു കരിപ്പിടി കിട്ടിയിട്ടാ. വളരെ ചെറുതാ. ഇവനെ നമുക്ക് അങ്ങോട്ട് തന്നെ വിടാം. അങ്ങോട്ട് തന്നെ പോക്കോട്ടെ. ഫുട്ട് ഫ്രണ്ട്സ് എന്നിട്ടാ പറഞ്ഞ കൂരിയ അല്ല, കരിപ്പിടി 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 കരിപ്പിടി. ഇത് അത്യാവശ്യം വലിപ്പമുള്ള കരിപ്പിടിയാടാ. അത്യാവശ്യം വലിപ്പുണ്ട്. കുഴപ്പമില്ലാത്ത തന്നെ എടുക്കാം നമുക്ക്. ആടാ, ഇതൊക്കെ സാധനങ്ങളാണ് ഇടുമ്പോൾ ഓടി ഒന്ന് പിടിക്കണേ. പിന്നെ ഇങ്ങനെ പൊന്തിതാ മറ്റേവർക്ക്. കുളപ്പരല് ശരിക്കും ലോക്കായി പോക്കോട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ നിർത്തട്ടോ. ഇരുട്ടായി തുടങ്ങി. ഇന്നത്തെ നിർത്താണ് നമ്മൾ. വീണ്ടും വരും ദിവസങ്ങളിൽ നമുക്ക് മീൻ പിടിക്കാം. കാരണം വേറെ ഒന്നല്ല, നമ്മളിപ്പോൾ ഇവിടെ നല്ല സെറ്റാക്കി വരണല്ലോ. മീനൊക്കെ തീറ്റ വീണ് വീണൊന്നും വരാണ്ട്.